എപ്പോഴാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് സ്വന്തമാവട്ടെ, ബന്ധമാവട്ടെ, ആരെങ്കിലുമൊക്കെ ആവട്ടെ, എപ്പോഴാണ് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? നിങ്ങൾ നല്ലൊരവസ്ഥയിലൂടെയാണ് ജീവിതത്തിൽ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചുറ്റിലുമുള്ള എല്ലാവരും നല്ലവർ തന്നെ. ആരും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ നിങ്ങളോട് മിണ്ടാതിരിക്കുകയോ നിങ്ങളെ ചേർത്ത് നിർത്താതിരിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ടെന്നും ആരൊക്കെ നിങ്ങളെ ചേർത്ത് നിർത്തിയെന്നും ആരൊക്കെയാണ് നിങ്ങൾ പൂർണ്ണമായും കൂടുതലായും വിശ്വസിച്ചതെന്നും ഒക്കെ നിങ്ങൾക്ക് ഒരു വലിയ തിരിച്ചറിവ് തന്നെ ഉണ്ടാകും. ജീവിതത്തിൽ ഒരു ചെറിയൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകണം. അപ്പോൾ മാത്രമേ നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. എത്ര ചേർത്ത് നിർത്തിയാലും തിരിച്ചറിയാൻ പറ്റാത്ത സ്നേഹബന്ധമാണെങ്കിൽ ഒരിക്കലും ആ ചേർത്ത് നിർത്തലിന് ഒരു സുഖവും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുകയും നമുക്കുള്ള നല്ല നല്ല ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റിലുമുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. നമുക്ക് ചുറ്റിലും കുറച്ചു പേർ മാത്രമേ നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഞാൻ എന്ന ഒരു ബോധത്തോടു കൂടി തന്നെ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പുറകെ നിൽക്കുന്നവരാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും.